Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ വളരെ ഈസിയായി വളരെ എളുപ്പത്തിൽ നമ്മൾ എങ്ങനെ മലയാളം സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നുള്ളതിന്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ വീഡിയോയ്ക്ക്, അതായത് ഈ ടോപ്പിക്കിലെ ഫസ്റ്റ് വീഡിയോയ്ക്ക് വളരെയധികം നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കോമൻസിനും. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് കറക്റ്റ് ആൻസേഴ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കുറച്ച് സെന്റൻസുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ആ സെന്റൻസുകളൊക്കെ പൊതുവെ ചെറിയ സെന്റൻസുകളായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ എങ്ങനെ വലിയ സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരും ആൻസേഴ്സ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ളൊരു സെന്റൻസ്, അതായത് ഒരു ചെറിയൊരു സെന്റൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞേ എന്നൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറന്നിട്ടില്ല എന്ന് എനിക്കറിയാം, എന്നാലും ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് അപ്പൊ തന്നെ നമ്മൾ വലിയ സെന്റൻസുകളിലേക്ക് പോകും. അപ്പോ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത്, 3 ദിവസമായി മീര തന്റെ മുറി അലങ്കരിക്കുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഇപ്പൊ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആർക്കെങ്കിലും ഓർമ്മയില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ പറയാ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിലെ സബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് സബ്ജക്റ്റ്? ആരാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്? മീരയാണ്. അപ്പൊ മീര എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് എന്താ ചെയ്തത്? നമ്മൾ വേർബ് കണ്ടുപിടിക്കണം. എന്താണ് ഇവിടുത്തെ വേർബ്? ഇവിടുത്തെ പ്രവൃത്തി എന്താണ്? അലങ്കരിക്കുകയായിരുന്നു എന്നാണ്. അപ്പൊ അലങ്കരിക്കുക എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഡെക്കറേറ്റ് എന്ന് പറയും. അപ്പോ അലങ്കരിക്കുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്താ പറയാ? വാസ് ഡെക്കറേറ്റിംഗ് എന്ന് പറയും. അപ്പൊ മീര വാസ് ഡെക്കറേറ്റിംഗ്. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ പറഞ്ഞു 3 ദിവസമായി മീര തന്റെ മുറി അലങ്കരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതിൽ നമ്മൾ മീര എന്നുള്ളത് എഴുതി, അതുപോലെ തന്നെ അലങ്കരിക്കുകയായിരുന്നു എന്നും എഴുതി. ഇനി എന്താ എഴുതാനുള്ളത്? 3 ദിവസമായി എന്നും അതുപോലെ തന്നെ തന്റെ മുറി എന്നുമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ എഴുതേണ്ടത് ആ ഓർഡറിലല്ല, നമ്മൾ മറിച്ചിടണം. അതായത് തന്റെ മുറി എന്നുള്ളത് ആദ്യം എഴുതി 3 ദിവസമായി എന്ന് സെക്കൻഡ് എഴുതണം. ഓക്കെ, അപ്പൊ തന്റെ മുറി എന്ന് പറയാൻ her room. ഇനി 3 ദിവസമായി എന്ന് നമ്മൾ എങ്ങനെ പറയും? for 3 days എന്ന് പറയും. അപ്പൊ എങ്ങനെ സെന്റൻസ് വരാ? മീര was decorating her room for 3 days എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെറിയ ചെറിയ സെന്റൻസുകളൊക്കെ ഫോം ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇങ്ങനെ ജസ്റ്റ് കണ്ടുപോവാതെ ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോ സെന്റൻസുകൾ, ഈ സ്ട്രക്ചർ അനുസരിച്ച് സെന്റൻസുകളൊക്കെ ഫോം ചെയ്യാനും അതിന്റെ ഒപ്പം തന്നെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിക്കും. ഓക്കെ, അടുത്ത നമുക്ക് വലിയൊരു സെന്റൻസിലേക്ക് പോകാം. അപ്പോ വലിയ സെന്റൻസുകൾ ഫോം ചെയ്യാൻ നമ്മൾ ഈ സ്ട്രക്ചർ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇത് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ സെന്റൻസ് ആദ്യത്തെ കുറച്ച് ലോങ് ആണ്, അപ്പൊ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് വായിച്ചാലോ? കഴിഞ്ഞ 20 വർഷമായി ഡൽഹിയിലെ കാപ്പി കച്ചവട കേന്ദ്രത്തിൽ ഒരു ചെറിയ കടയ്ക്കുള്ളിൽ ഉപജീവനം നടത്താൻ ഒരു വൃദ്ധൻ ഒരു പരസ്യവുമില്ലാതെ സമീപ സ്ഥലങ്ങളിലെ ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി വായിക്കാം, നിങ്ങളൊന്ന് അർത്ഥം മനസ്സിലാക്കാം. മലയാളമല്ല, അപ്പൊ എല്ലാവർക്കും അർത്ഥം അറിയായിരിക്കും. അപ്പൊ ഞാനൊരു 2 seconds തരാം, നിങ്ങൾ ഒന്നും കൂടി ഒന്ന് വേഗം വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്കിത് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പൊ സ്ട്രക്ചറിൽ ആദ്യം എന്താ എഴുതിയിരിക്കുന്നത്?
ഹൂ എന്നാണ്. ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം. അപ്പോൾ ഹൂ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഹൂ എന്ന് പറയുമ്പോൾ ആരാണ് പഠിപ്പിക്കുന്നത്? നിങ്ങളൊന്ന് നോക്കി എന്തായിരിക്കും ആൻസർ വരാ? ഒരു വൃദ്ധൻ. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? ആൻ ഓൾഡ് മാൻ എന്ന് എഴുതും. അടുത്തത് വരുന്നത് ടെൻസ് ഓർ മോഡൽ പ്ലസ് വേർബ് എന്നാണ്. അപ്പൊ ഇവിടെ ടെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല. മുൻപത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞില്ലേ മുറി അലങ്കരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടത്തെ വേർബ് എന്ന് പറയുന്നത് അലങ്കരിക്കുക എന്നാണ്. അതായത് ഡെക്കറേറ്റ്, അലങ്കരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് വാസ് ഡെക്കറേറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ ടെൻസ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ അതുപോലെ വേർബ് എഴുതണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലെങ്കിൽ മോഡൽ പ്ലസ് വേർബ് എന്ന് പറഞ്ഞാൽ മോഡൽസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് മോഡൽ വേർബ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ചില വാക്കുകളാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, അങ്ങനെയൊക്കെ. മനസ്സിലായോ? അപ്പോൾ മോഡൽ പ്ലസ് വേർബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാക്കും പ്ലസ് ഒരു വേർബും. ഇപ്പൊ വുഡ് കം എന്നൊക്കെ നമ്മൾ എഴുതില്ലേ, അങ്ങനെയുള്ളതും വരാം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? നമ്മൾ ടെൻസ് അതായത് വേർബ് എഴുതണം. അപ്പൊ വേർബ് എങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്? ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത് എന്താണ്? പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അപ്പൊ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഹാസ് ബീൻ ടീച്ചിങ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ആൻ ഓൾഡ് മാൻ ഹാസ് ബീൻ ടീച്ചിങ്. അപ്പൊ ഇവിടെ ഹാസ് ബീൻ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രവൃത്തി മുൻപ് നടന്നതായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ആ ഒരു പ്രവൃത്തി ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാസ് ബീൻ ടീച്ചിങ് എന്ന് എഴുതിയത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ടെൻസ് ആണ്, അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അത്. അപ്പൊ ടെൻസിനെ കുറിച്ച് ഞാൻ ക്ലാസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹാസ് ബീൻ ടീച്ചിങ് എന്ന് എഴുതി. ഇനി വാട്ട് എന്നാണ്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്? ഇംഗ്ലീഷ് ആണ്. അപ്പോ an old man has been teaching English. ഇനി എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? for whom അല്ലെങ്കിൽ about whom. for whom എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി എന്നാണ് അർത്ഥം. about whom എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ച് എന്നാണ്. അപ്പൊ ഇവിടെ ആരെ കുറിച്ച് എന്നുള്ളൊരു കാര്യം ഈ സെന്റൻസിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫോർ ഹൂം എന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആരെയാണ് ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. സമീപ സ്ഥലങ്ങളിലെ ആളുകളെ എന്ന് പറയണം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ടു ദി പീപ്പിൾ ഓഫ് നിയർ ബൈ പ്ലേസസ്. മനസ്സിലായോ? പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആളുകൾ, അടുത്തുപുറത്തുള്ള ആളുകൾ എന്ന് പറയില്ലേ. അപ്പൊ നിയർ ബൈ പ്ലേസസ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള സ്ഥലങ്ങളിൽ, അതായത് അടുത്തുപുറത്തുള്ള സ്ഥലങ്ങളിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ടു ദി പീപ്പിൾ ഓഫ് നിയർ ബൈ പ്ലേസസ് എന്ന് പറഞ്ഞാൽ അടുത്തുപുറത്തൊക്കെയുള്ള ആളുകളെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനി ഹൗ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഒരു പരസ്യവും ഇല്ലാതെ. അപ്പൊ ഇവിടെ പരസ്യം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പബ്ലിസിറ്റി ആണ്, അതായത് ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? ഒരു പരസ്യവും ഇല്ലാതെ എന്ന് പറയാൻ വിതൗട്ട് എനി പബ്ലിസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഹൗ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി വൈ, എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്? അവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഉപജീവനം നടത്താൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ഫോർ റണ്ണിങ് ഹിസ് ലൈവ്ലിഹുഡ് എന്ന് പറയാം. കാരണം ഉപജീവനം നടത്താൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ഇല്ല. നമുക്ക് എഴുതാം ഫോർ റണ്ണിങ് ഹിസ് ലൈവ്ലിഹുഡ് എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ്? വേർ, എവിടെയാണ് ഇതൊക്കെ നടത്തുന്നത്? അതായത് എവിടെയാണ് ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്നത്? ഡൽഹിയിലെ കാപ്പി കച്ചവട കേന്ദ്രത്തിൽ ഒരു ചെറിയ കടയ്ക്കുള്ളിൽ എന്ന് നമ്മൾ പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? അപ്പൊ ഒരു ചെറിയ കടയ്ക്കുള്ളിൽ എന്ന് പറയാം. ഇൻസൈഡ് എ സ്മോൾ ഷോപ്പ് അറ്റ് കോഫി ട്രേഡ് സെന്റർ ഇൻ ഡൽഹി എന്ന് കൂടി എഴുതണം കേട്ടോ. ഇനി എന്താണ് എഴുതിയേക്കുന്നത്? ഫ്രം വെൻ, എപ്പ തൊട്ടേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എപ്പ മുതലാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഫ്രം വെൻ എന്ന് പറയുന്നത്. എപ്പ മുതൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ് ആൻസർ? കഴിഞ്ഞ 20 വർഷമായി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഫോർ ലാസ്റ്റ് 20 years എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ നമ്മുടെ സെന്റൻസ് ആയത് an old man has been teaching English to the people of nearby places without any publicity for running his livelihood inside a small shop at Coffee Trade Center in Delhi for last 20 years.
ഞാൻ ആദ്യം തന്നെ ആ സ്ട്രക്ചറിലെ എല്ലാതുമുള്ള ഒരു സെന്റൻസ് കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഓരോ സെന്റൻസിലും എല്ലാതും ഉണ്ടാവണം എന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഓരോന്നായിട്ട് ഓർഡറിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സെന്റൻസ് ഞാൻ പറയാം. അപ്പൊ നമുക്ക് വായിക്കാം. മകന്റെ ശരീരഭാരം കൂട്ടണം എന്നുള്ള ആഗ്രഹം കാരണം അവൻ കത്തികൊണ്ട് അയാളുടെ മകന് പച്ചക്കറികൾ മുറിക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഹൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഹൂ, ആരാണ് പച്ചക്കറികൾ അരിയുന്നുണ്ടായിരുന്നത്? അവൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഹി എഴുതാം. അപ്പൊ ഇനി ഹി എഴുതി. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? ടെൻസ് ആണ്, അതായത് മുറിക്കുകയായിരുന്നു എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇങ്ങനെ എന്താ നമ്മൾ എഴുതാ? ഹി വാസ് കട്ടിങ് എന്ന് പറയാം. എന്താണ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്? വാട്ട്. എന്താണ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്? വെജിറ്റബിൾസ്. ഓക്കെ, ഫോർ ഹൂം, ആർക്ക് വേണ്ടിയാണ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്? ആർക്ക് വേണ്ടിയാണ്? അയാളുടെ മകന്. അപ്പൊ ഫോർ ഹിസ് സൺ എന്ന് എഴുതി. ഇനി എന്താ പറയുന്നത്? ഹൗ, എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്? എങ്ങനെയാണ്? കത്തി കൊണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? വിത്ത് എ നൈഫ് എന്ന് പറയും. വൈ, എന്തിനു വേണ്ടിയാണ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്? കാരണം എന്തുകൊണ്ടാണ്? മകന്റെ ശരീരഭാരം കൂട്ടണം എന്നുള്ള ആഗ്രഹം കാരണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് മകന്റെ ശരീരഭാരം കൂട്ടാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടു ഗെയിൻ വെയിറ്റ് എന്ന് പറയുന്നത്. അതിൽ അണ്ടർസ്റ്റുഡ് ആണ്, ശരീരഭാരമാണ് എന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ഹി വാണ്ടഡ് ഹിസ് സൺ ടു ഗെയിൻ ദ വെയിറ്റ് എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ സെന്റൻസ് വരാ. ഹി വാസ് കട്ടിംഗ് വെജിറ്റബിൾസ് ഫോർ ഹിസ് സൺ വിത്ത് എ നൈഫ് because he wanted his son to gain the weight എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പോ ഇന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ട്. അപ്പൊ എല്ലാവരും കോമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ചോദ്യം ഞാൻ പറയാം. റിൻറ്റു തന്റെ സുഹൃത്തുമായി പൂന്തോട്ടത്തിൽ നടക്കുകയായിരുന്നു. ഒരു വട്ടം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. റിൻറ്റു തന്റെ സുഹൃത്തുമായി പൂന്തോട്ടത്തിൽ നടക്കുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ എഴുതും? കോമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇത് രണ്ട് ഫോമിൽ എഴുതാൻ പറ്റും. അതായത് നമ്മൾ പഠിച്ച രണ്ട് സ്ട്രക്ചറിലും എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ എഴുതി കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.